രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ ചുരുക്കത്തിലറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. യേശുവിന്റെ ത്യാഗസ്മരണയിൽ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. ചേലക്കരയിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള പള്ളികളിൽ നടന്ന ദുഃഖവെള്ളി ആചരണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ചേലക്കര നിയോജക മണ്ഡലം LDF പ്രകടന പത്രിക പ്രകാശനം ഏപ്രിൽ 4 നടക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. വിഷൻ 2031 പ്രകാശനം കാലത്ത് 9:30. BJP NDA പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാറാലി സംഘടിപ്പിച്ചു. പൈങ്കുളം മാവിൻചുവട് മുതൽ സെന്റർ വരെയാണ് മഹാറാലി നടന്നത്. നിരവധി പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. ചേലക്കര സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾ നടന്നു. ഇടവക വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വാഹനാപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് വെട്ടിക്കാട്ടിരി നമ്പുള്ളിപ്പടി വീട്ടിൽ 74 വയസ്സുള്ള ചന്ദ്രൻ. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി സെന്ററിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന ചന്ദ്രനെ അമിത വേഗതയിലെത്തിയ ഇരുചക്ര വാഹനം ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ചന്ദ്രനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. കിളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച തിരുകർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഷിൻഡോ മാറോക്കി, ഫാദർ ആൽവിൻ ചിറ്റിലപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. ചെറുതുരുത്തി സെന്റ് തോമസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരണം ഭക്തി നിർഭരമായി. പരിഹാര പ്രദക്ഷിണം ഇടവക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ചെറുതുരുത്തി ചുങ്കത്ത് സമാപിച്ചു. വികാരി ഫാദർ അജേഷ് പെരിഞ്ചേരി തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പുലാക്കോട് ചൊവ്വക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുപാന താലപ്പൊലി മഹോത്സവത്തിന് നാളെ തുടക്കം. ഏപ്രിൽ 10 വരെയാണ് ചടങ്ങുകൾ. ദിവസേന വിവിധ ചടങ്ങുകളും കലാപരിപാടികളും തോൽപ്പാവക്കൂത്തും അരങ്ങേറും. അന്തരിച്ച വെങ്ങാനല്ലൂർ ചെറളങ്ങാട്ട് വീട്ടിൽ ജയപ്രകാശ് അനുസ്മരണം നാളെ. വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിന് സമീപത്തുള്ള ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനുസ്മരണ സമ്മേളനം. സമ്മേളനം നടക്കുക വൈകിട്ട് 6:30. മുള്ളൻപന്നിയെ വേട്ടയാടിയ കേസിൽ 3 പേരെ വടക്കാഞ്ചേരി പോലീസും വനപാലകരും ചേർന്ന് പിടികൂടി. പിടിയിലായത് കുമരനെല്ലൂർ സ്വദേശികളായ 48 വയസ്സുള്ള ഗിരീഷ്, 65 വയസ്സുള്ള മോഹനൻ, ചിറ്റണ്ട സ്വദേശി 70 വയസ്സുള്ള മണി എന്നിവർ. എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖ് വിഷൻ വടക്കാഞ്ചേരി വികസന രേഖ പുറത്തിറക്കി. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ വടക്കാഞ്ചേരിയെ മാറ്റിയെടുക്കാനുള്ള പ്ലാനുകൾ തയ്യാറാണെന്ന് PN വൈശാഖ്. വികസന കാര്യത്തിൽ വടക്കാഞ്ചേരിക്ക് പുതിയൊരു മുഖം നൽകുമെന്നും സ്ഥാനാർത്ഥി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.